ഹലോ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും നീതുമധൂസ് വേർഡിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. പിന്നെ നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ നല്ല പുതിയ വെറൈറ്റീസ്, എവിടെയും സെയിലിന് ഇതുവരെ ആരും സെയിൽ വീഡിയോസിലിടാത്ത കുറേ നല്ല നല്ല വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വെക്കേഷനിൽ അത്യാവശ്യം തിരക്കുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചെടികളുടെ അടുത്തോട്ട് എത്തി. പ്ലാന്റ്സ് നമ്മുടെ ജോലിയിലോട്ട് നടന്നു. അപ്പോൾ ഞാൻ ട്യൂസ്ഡേ തന്നെ, നമുക്ക് ട്യൂസ്ഡേ ആയിരുന്നു വർക്കിംഗ് ഡേ, അതുകൊണ്ട് ട്യൂസ്ഡേ തന്നെ അയച്ചു തീർത്തു കേട്ടോ. മൺഡേ ആയിരുന്നെങ്കിൽ, മൺഡേ വർക്കിംഗ് ആയിരുന്നെങ്കിൽ മൺഡേ തന്നെ ഞാൻ കംപ്ലീറ്റ് തീർത്താനേ. ജോലിയിൽ ഒരു ഒഴിവും പറയാറില്ല, എല്ലാം കംപ്ലീറ്റ് അയച്ചു തീർത്തിട്ടുണ്ട്. ഏതൊക്കെ സിറ്റുവേഷനിലായിക്കോട്ടെ നമ്മുടെ ജോലി എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കംപ്ലീറ്റ് അയച്ചിട്ടുണ്ട്. ഇനി ഒരാൾ നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് മാത്രം പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ബാക്കി ഇന്നും അയക്കാനുള്ളതൊക്കെ അയച്ചു തീർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിലായിരുന്നു. പക്ഷെ ഞാൻ ഫ്രീ ആയിരുന്നു, ടെൻഷൻ ഫ്രീ ആയിരുന്നു. എനിക്ക് പെൻഡിങ്ങിലൊന്നും ഇങ്ങനെ വെക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഫ്രീ ആയിട്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ക്യാമ്പിലാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ വിടർത്തി കൊടുത്തതാണ്. കുറേ ലോട്ടസുകളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും എന്നെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പല വെറൈറ്റീസ് ഇങ്ങനെ വിരിഞ്ഞ് നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ താമര വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സായിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം. ഇതൊക്കെ നമ്മുടെ വീട്ടിലിപ്പോൾ വിരിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് റെഡ് ഫിലിപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല വലിയ പൂക്കളാണ്, അത്യാവശ്യം ഹൈറ്റിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ബഡ് ഇതിൻ്റെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴും എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ്, ബഡുകൾ കരിഞ്ഞു പോകുന്നു. ക്ലൈമറ്റ് ചേഞ്ചസ് കൊണ്ടാണ് കേട്ടോ സംഭവിക്കുന്നത്. അപ്പോൾ 1-2 ഒക്കെ അങ്ങനെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ടെൻഷൻ ആവണ്ട, ഒരു 3rd 4th ഒക്കെ ആകുമ്പോഴേക്കും അത് ഓക്കെ ആയിക്കോളൂ കേട്ടോ. റെഡ് ഫിലിപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ നമ്മുടെ മിറാക്കിൾ പൂവിട്ടു. അങ്ങനെ എൻ്റെ ഗാർഡനിൽ അത്യാവശ്യം എന്നെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ഗ്രീൻ ആപ്പിളിൽ ബഡ് വന്നിട്ടുണ്ട്, എൻ്റെ ഫേവറേറ്റ് വൺ. പിന്നെ മിക്കതിലും കാവേരിയൊക്കെ ഇങ്ങനെ നിറയെ പൂക്കൾ. ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഷോർട്ട് വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണണം. അപ്പോൾ ഇന്നത്തെ പാക്കിങ്ങും ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. കുറച്ച് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, അത് എല്ലാവർക്കും കൊടുത്ത് തീർത്തു. അപ്പോൾ വൈകിട്ട് നമുക്ക് കുറച്ച് ട്യൂബേഴ്സ് വന്നു, അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഫസ്റ്റ് വെറൈറ്റി പിങ്ക് ജൂപ്പിറ്റർ. ഇതുവരെ നമ്മൾ സെയിൽ ചെയ്തിട്ടില്ല, അങ്ങനെ എവിടെയും സെയിലിന് കണ്ടിട്ടുമില്ല. വിത്ത് ബഡുള്ള ട്യൂബേഴ്സ് അല്ല, തിക്ക് റണ്ണേഴ്സാണ്. ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ട്രോപ്പിക്കൽ എന്ന് പറയുമ്പോൾ എപ്പോഴും പൂക്കൾ വരുന്നൊരു വെറൈറ്റി, ഏതൊരു ക്ലൈമറ്റിലും പൂക്കൾ വരുന്നൊരു വെറൈറ്റിയാണ് പിങ്ക് ജൂപ്പിറ്റർ. ഫ്ലവറാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പുതിയ വെറൈറ്റിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ റേറ്റ് ഉണ്ട്. 250 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് റേറ്റ്. 250, 300, 350. ഏറ്റവും വലുതാണ് 350. ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു റേറ്റിലാണ് നമ്മൾ പിങ്ക് ജൂപ്പിറ്റർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ 250 1-2 കാണും, 300 ബാക്കി അത്യാവശ്യമുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബാലൻസ് ഉള്ളത് 350 ആ വലിയ ഒരെണ്ണം ഉണ്ട് കേട്ടോ. ഇത്രയാണ് നമ്മുടെ അടുത്ത് ഉള്ളത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പിങ്ക് ജൂപ്പിറ്റർ പോലെ തന്നെ ജൂലിയറ്റ്, ഒക്ടോപ്പസ് അതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല ഡിമാൻഡിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ ആദ്യം വാങ്ങിക്കുന്നവർക്കായിരിക്കും കേട്ടോ ഇത് കിട്ടുന്നത്. പിങ്ക് ജൂപ്പിറ്ററിൻ്റെ ഒരു 6-7 എന്തോ ഉള്ളൂ എന്ന് തോന്നുന്നു, ഞാൻ എണ്ണീട്ടില്ല. ഇനി അടുത്ത വെറൈറ്റി സുബിയാണ് കേട്ടോ. സുബി അത്ര പുതിയ വെറൈറ്റി ഒന്നുമല്ല, നമ്മൾ ഫസ്റ്റ് ടൈം മുതലേ സെയിൽ ചെയ്യുന്നൊരു വെറൈറ്റിയാണ് സുബി. അപ്പോൾ ഇതിൻ്റെ 180 മുതലുണ്ട് കേട്ടോ. 180 ഒരെണ്ണം കാണും, പിന്നെ 230 ഒരെണ്ണം കാണും, 200 ഒരെണ്ണം കാണും. അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. സുബിയാണ്. സൈഡിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഫ്ലവേഴ്സ് വരുന്ന ഡാർക്ക് റെഡ് കളർ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ സുബി. അപ്പോൾ ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ്. ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫ്ലവേഴ്സ് വരുന്നത്. സെമി ട്രോപ്പിക്കൽ ഇടയ്ക്കിടയ്ക്ക് ഫ്ലവേഴ്സ് വരുന്നത്. ഹാർഡി വെറൈറ്റി വല്ലപ്പോഴും ഫ്ലവേഴ്സ് വരുന്നത് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക താമര വാങ്ങിക്കുമ്പോൾ. അപ്പോൾ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം. അടുത്ത വെറൈറ്റി ത്രിവേണി എന്നാണ് കേട്ടോ. ഇതൊരു പുതിയ വെറൈറ്റിയാണ്, ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. പക്ഷേ ഇതിൻ്റെ 2 എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. അതിലൊരെണ്ണം അത്ര ഹെൽത്തി അല്ല. അപ്പോൾ ഹെൽത്തി അല്ലാത്തത് ഞാനത് സെയിൽ ചെയ്യുന്നില്ല, ഒരെണ്ണം അടിക്കും കൊടുക്കുന്നത്. റേറ്റ് 200 കേട്ടോ. തിക്ക് റണ്ണറാണ് കേട്ടോ. 200 ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. പുതിയ വെറൈറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ കുറേ നല്ല വെറൈറ്റീസ് പുതിയതാണ് കേട്ടോ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ടല്ലോ, ഈ ഒരു വലിപ്പമുള്ളതായിരിക്കും കിട്ടുന്നത് കേട്ടോ. ഒരെണ്ണം ഞാനത് സെയിൽ ചെയ്യാത്തതാണ് കേട്ടോ. അത് ജസ്റ്റ് കാണിക്കുന്നു എന്നുള്ളൂ. അതത്ര ഫ്രഷ് അല്ല. അപ്പോൾ അത് നമ്മൾ മാറ്റി വയ്ക്കും. ചിലപ്പോൾ നമ്മൾ നട്ടു വയ്ക്കും. മോശമായി പോവുകയാണെങ്കിൽ നട്ടു വയ്ക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ത്രിവേണി. ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം. എല്ലാം നല്ല എന്താ പറയുക, പെട്ടെന്ന് പൂക്കൾ വരുന്ന 1-2 മാസത്തിനുള്ളിൽ തന്നെ പൂക്കൾ വരുന്ന വെറൈറ്റീസാണ് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് തന്നെ വാങ്ങി വയ്ക്കാം. ഫ്രഷ് ട്യൂബേഴ്സാണ് നമ്മളെല്ലാം സെയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, എല്ലാം നല്ല ഫ്രഷാണ്. ജസ്റ്റ് വന്ന് അപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അടുത്ത വെറൈറ്റി മിംഗ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ഇതിൻ്റെ പെറ്റൽസിനൊരു പ്രത്യേകത ഉണ്ട്, ഇങ്ങനെ കൂർത്തിരിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു പെറ്റൽസാണ് ഇതിനുള്ളത്. നിറയെ പെറ്റൽസ് ഉണ്ടാവും. നല്ല തിക്കായിട്ടിരിക്കും. നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് മിംഗ്ലൂ.
അതിൻ്റെ 2 ഉണ്ട് 200 കേട്ടോ റേറ്റ് വരുന്നത്, 200. അടുത്തത് നല്ലൊരു ഡാർക്ക് റെഡ് വെറൈറ്റി ആണ് കേട്ടോ, നന്നാളിൻ എന്തോ അങ്ങനെ, ഞാൻ പറയുന്നത് ശരിയാണോന്ന് അറിയില്ല, അതാണ് അതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത്രയും സെയിൽ ചെയ്തിട്ട് ഞാൻ ഇത്രയും ഡാർക്ക് റെഡ് കളറ് ലോട്ടസ് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഒരു പുതിയ വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടോ ഇതാ ഇത്രയും ഉണ്ട് കേട്ടോ, 300, 250 കേട്ടോ, ആ ഒരു റേറ്റാണ് വരുന്നത്. പുതിയ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഡിമാൻഡ് ഉണ്ട്. അപ്പം 300, 250 ഇത്രയും കട്ടിയുള്ളതിനാണ് 300 റേറ്റ് വരുന്നത്. ബാക്കി 250 കേട്ടോ, ആ ഒരു റേറ്റിലാണ്. അത്യാവശ്യം ഒരു 3-4 ഗ്രോത്ത് ടിപ്പെങ്കിലും ഒന്നിലുണ്ടാവും കേട്ടോ, അതായത് 300ൻ്റെ ഉണ്ടാവും, മറ്റേതിലാണെങ്കിൽ കുറച്ചുകൂടി കുറയും മാത്രമേ ഉള്ളൂ. അടുത്തത് ഇത് ഒരു 1000 പെറ്റലിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഹാർഡി വെറൈറ്റിയാണ്. പക്ഷേ ഇപ്പോൾ മിക്കയിടത്തും പൂക്കുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സെമി ട്രോപ്പിക്കൽ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ കുറച്ചേ ഉള്ളൂ, ഒരു 2-3 ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് 180 രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന്. 1000 പെറ്റലിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് മറ്റേ നമ്മുടെ യൂട്യൂബിനേക്കാളും പെട്ടെന്ന് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. അടുത്തത് ബുദ്ധ സൗണ്ടാണ്. നല്ല ഭംഗിയാണ് ബുദ്ധ സൗണ്ടിൻ്റെ പൂക്കൾ കാണാനായിട്ട്. അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് സെയിൽ കണ്ടല്ലോ, ഇതാണ് ഫ്ലവർ. അപ്പോൾ 200 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ബുദ്ധ സൗണ്ട് 200 ആണ് കേട്ടോ റേറ്റ്. അപ്പോൾ ഇത്രയാണ് പുതിയ വെറൈറ്റീസ് നമുക്ക് വന്നിരിക്കുന്നത്. അടുത്ത വെറൈറ്റി ഇത് നമുക്ക് ബാലൻസ് തന്നാണ്, വൈറ്റ് പഫാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു വലിപ്പമൊക്കെ ഉള്ളത് കേട്ടോ, 50 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. 50ഉം 70ൻ്റെയും ഉണ്ട് കേട്ടോ. ആ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. എന്താ വേര് വന്നു, ഇതൊക്കെ 70 കേട്ടോ. വൈറ്റ് പഫാണ്, സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 70, 50 ആ ഒരു റേറ്റിൽ നമ്മൾ കൊടുക്കുകയാണ്. ഇതൊക്കെ ആകുമ്പോഴേക്കും 50 കേട്ടോ. നല്ല ഹെൽത്തി തന്നെയാണ് കേട്ടോ എല്ലാം. വേര് വന്നിട്ടുണ്ട്, ഇതുണ്ടോ വേര് കണ്ടോ, കുറച്ച് ദിവസം വെള്ളത്തിൽ കിടന്നുകൊണ്ട് വേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 50ഉം 70ൻ്റെയും ഉണ്ട്. അപ്പോൾ ഇതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ, വൈറ്റ് പഫ്. അപ്പോൾ ഇപ്പോൾ കാണിച്ച ഏതെങ്കിലും ട്യൂബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പ് ചെയ്യുക കേട്ടോ. വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ GPay വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അതിനുശേഷം അഡ്രസ്സ്, പിൻകോഡ്, ഫോൺ നമ്പർ, DTDC വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത്. അപ്പോൾ അതൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. DTDC കൊറിയർ മാത്രമേ ഉള്ളൂ കേട്ടോ, അത് പ്രത്യേകം എടുത്തെടുത്ത് പറയുകയാണ്, ഓൺലി DTDC കൊറിയർ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് വേണമെങ്കിൽ വാങ്ങിച്ചോളൂ. നമ്മൾ ഡീലിങ്സ് ചെയ്യുന്ന സമയത്ത്, ചാറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് ആകുമ്പോൾ ചിലപ്പോൾ അത് തീർന്നു പോകാൻ ചാൻസ് ഉണ്ട്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്.